ജാഗോ ഫിർ എക് ബാർ എന്ന് പറയുന്നത് സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ കവിതയാണ്. നിരാല ഹിന്ദി സാഹിത്യത്തിൽ ഛായാവാദത്തിൻ്റെ നാല് പില്ലറുകളിൽ ഒരാളാണ്. അതായത് ഛായാവാദം എന്ന് പറയുന്ന ഒരു കാവ്യധാര ഹിന്ദിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകരായ 4 കവികൾ, ഒന്ന് ജയശങ്കർ പ്രസാദ്, 2 സുമിത്രാനന്ദൻ പന്ത്, പിന്നെ നിരാല, നാലാമത് വരുന്നതാണ് മഹാദേവി വർമ്മ. അങ്ങനെ ഈ 4 പേരുടെ കൂടെയും ഛായാവാദ് എന്ന് പറയുന്ന കാവ്യധാരയെ നയിച്ച വ്യക്തിയാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാല. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് സൂരജ് കുമാർ എന്നായിരുന്നു. ബംഗാളിലെ മഹിഷാദൾ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ഛായാവാദി കവിതകൾ കൂടാതെ ഒരുപാട് കഹാനി, ഉപന്യാസ്, നിബന്ധ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഉनकी ഖ്യാതി വിശേഷ रूप से कविता के कारण ही हुई है. അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തി കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് ബംഗാളിലെ മഹിഷാദളിലാണെന്ന് പറഞ്ഞു. സൂരജ് കുമാർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേരെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹിന്ദി മേ വേ മുക്ത് ഛന്ദ് പ്രവർത്തകമാണ് എന്നുള്ളതാണ്. മുക്ത് ഛന്ദ് എന്ന് പറഞ്ഞാൽ മുക്ത് ഛന്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവിതകൾക്കൊരു പ്രത്യേകിച്ച് താളമോ ചിട്ടയോ ഒന്നുമില്ലാതെ നമ്മുടെ ഇന്നത്തെ ഒരു എഴുത്ത് ശൈലി എന്തായാലും ഈ മുക്ത് ഛന്ദ് ശൈലി തന്നെയാണ്. അതായത് പ്രത്യേകിച്ചൊരു ചിട്ടയ്ക്കകത്ത് കവിതയെ വെക്കാതെ നമ്മുടെ മനസ്സിനെ കുറച്ച് ഫ്രീ ആക്കി സ്വതന്ത്രമാക്കി എഴുതുക എന്നുള്ളതാണ് ഈ മുക്ത ഛന്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരങ്ങളായ കവിതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മുക്ത ഛന്ദിൽ. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഛായാവാദി വിചാരധാര തന്നെയാണ്. അപ്പോൾ എന്താണ് ഛായാവാദം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലെ കവികൾ, നിരാല ഉൾപ്പെടുന്ന, നമ്മളിപ്പോൾ ഒരു 4 പേരുടെ പേരാണ് പറഞ്ഞത്. 4 പേര് കൂടാതെ വേറെയും കുറേ പേരുണ്ട്. പക്ഷേ അതിൽ പ്രധാനികൾ ഈ 4 പേര് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഛായാവാദി കവിതകൾ, അതായത് പ്രകൃതിയുമായിട്ടും അല്ലെങ്കിൽ സൗന്ദര്യവുമായിട്ടും ഒക്കെ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കവിതകൾ. കാൽപ്പനികതയാണ് ഇത്തരം ഛായാവാദി കവിതകളുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. റൊമാൻറ്റിസിസം, പിന്നെ അതുപോലെ തന്നെ വ്യക്തിവാദം, ഒരു വ്യക്തിയിലേക്ക് ചുരുക്കിക്കൊണ്ടുള്ള എഴുത്ത്, പ്രകൃതിയുടെ വളരെ മനോഹരമായ വർണ്ണന നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രണയം, സൗന്ദര്യം, ഇതിലൊക്കെയാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. കാൽപ്പനിക സൗന്ദര്യത്തിനൊക്കെയാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്, ചോർന്നു പോകുന്ന ഒന്നാണ് റിയാലിറ്റി. അതായത് ഛായാവാദി കവിതകളിൽ യാഥാർത്ഥ്യത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. 1930s ഒക്കെയാണ്, 35 വരെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഛായാവാദി കവിത വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. എങ്ങനെയും വിദേശികളെ ഇവിടുന്ന് തുരത്തണം എന്നൊരു ചിന്തയിൽ നമ്മൾ നിൽക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ കാൽപ്പനിക കവിതകളിൽ അഭിരമിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ ഇത്തരം കവിതകളെ പുറന്തള്ളുന്നൊരു സാഹചര്യം അന്ന് ഉണ്ടായി. ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ പറഞ്ഞ കാൽപ്പനികതയൊക്കെ വിട്ട് റിയാലിറ്റിയിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലിൽ ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഛായാവാദത്തെ അവിടെ ഉപേക്ഷിക്കുകയും പിന്നീട് പ്രഗതിവാദ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് തോട്ടിലേക്ക് മാറുകയും ചെയ്യുകയാണ് ചെയ്തത്. പുരോഗമനപരമായിട്ടുള്ള കവിതകളിലേക്ക്. അവിടെ മാർക്സ്വാദിനൊക്കെയാണ് പ്രാധാന്യം. മാർക്സിസം, കമ്മ്യൂണിസം ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. സോഷ്യലിസം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഇദ്ദേഹത്തിൻ്റെ ഛായാവാദി കവിതകൾ വളരെ വിശിഷ്ടമാണ്. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്ന കവിത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായ പരിമൾ എന്ന് പറയുന്ന ഒരു കളക്ഷനിൽ വരുന്ന കവിതയാണ് ജാഗോ ഫിർ എക് ബാർ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, കുറച്ച് പ്രോഗ്രസീവ് ചിന്താഗതിയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇവരെല്ലാവരും, ജയശങ്കർ പ്രസാദും നേരത്തെ പറഞ്ഞ പന്തും ഒക്കെ പ്രോഗ്രസീവ് വിചാരധാരയിലേക്ക് മാറുന്നുണ്ട് പിന്നീട്. അപ്പോൾ ആ പ്രോഗ്രസീവ് വിചാരധാരയിലേക്ക് അല്ലെങ്കിൽ പ്രഗതിവാദിലേക്ക് മാറുന്ന സമയത്താണ് ഇവർ എന്തിന് ശ്രമിച്ചത്, തങ്ങളുടെ വായനക്കാരെ, തങ്ങളെ കേൾക്കുന്നവരെ, രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യം എത്രത്തോളമുണ്ട് എന്നുള്ളതിലേക്ക് അവരെ ബോധവൽക്കരിക്കുക എന്നൊരു ദൗത്യം സാഹിത്യകാരന്മാർ ഏറ്റെടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ അതൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ജനങ്ങളിൽ ഒരു സമരബോധം ഉണ്ടാക്കിയെടുക്കുകയും അവരെ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇറക്കാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്ത സാഹിത്യകാരന്മാരിൽ ഒരാളായി മാറുന്നു പിൽക്കാലത്ത് നിരാല. അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു നവജാഗരണം അവരിൽ ഉണ്ടാക്കുക, ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കിയെടുക്കുക, യുവതലമുറയെ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് നയിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്തൊരു ഭീകരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊരു ബോധവൽക്കരണം നടത്തുക എന്നൊരു ദൗത്യമാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കളുടെ ഇടയിൽ അങ്ങനെയൊരു ദൗത്യം ഏറ്റെടുക്കാൻ ഇദ്ദേഹത്തെ പോലെയുള്ള കവികൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള പരിമൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കളക്ഷനിൽ വന്നിട്ടുള്ള കവിതയാണ് ഈ പറയുന്ന ജാഗോ ഫിർ എക് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഉണർത്തുപാട്ടാണ്, അല്ലെങ്കിൽ നവജാഗരൺ കി കവിത ഹെ, ഒരു പ്രേരണ കി കവിത ഹെ, ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന കവിതയാണ്. ഉണരൂ ഉണരൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ വിളിച്ചുണർത്തുന്നൊരു കവിതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട രചനകളെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് അനാമിക, പരിമൾ, ഗീതിക, തുളസീദാസ്, കുകുർമുത്ത, അണിമ, ബേള, നയേപ്പത്തെ, അർച്ചന, ആരാധന, ഗീത്ഗുഞ്ച്, സാന്ധ്യകാകലി, അപര തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കവിതാ സംഗ്രഹങ്ങൾ, പോയട്രി കളക്ഷൻസ് ആണ്. നോവലുകളുണ്ട്, ഉപന്യാസ്, അപ്സര, അളക, പ്രഭാവതി, നിരുപമ, കുല്ലിഫാട്ട്, ബില്ലേസുർ ബക്രിഹ, ചോട്ടി കി പക്കഡ്, കാലെ കാർനാമെ, ചമേലി, ഇന്ദുലേഖ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ഗദ്യരചനകൾ. സ്റ്റോറി കളക്ഷൻ വരുന്നുണ്ട്, കഹാനി, ലിലി, സഖി, സുകുൽ കി ബീവി, ചതുരി ചമാർ, ദേവി തുടങ്ങിയവ. പിന്നെ അദ്ദേഹത്തിന് എസ്സേ കളക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്രിറ്റിസിസംസ് ഉണ്ട്. അതാണ് നിബന്ധ് ഔർ ആലോചന. രവീന്ദ്ര കവിതാ കാനൻ, പ്രബന്ധ് പത്മ, പ്രബന്ധ് പ്രതിമ, ചാബുക്, ചയൻ സംഗ്രഹ തുടങ്ങിയവ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കവിതയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയ കവിത എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ കവിതയെ ഓർക്കുന്നത്. ജാഗോ ഫിർ എക് ബാർ സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ പരിമൾ എന്ന് പറയുന്ന पोइट्री कलेक्शनिലുള്ള കവിതയാണ്. तो इसमें वे क्या कर रहे हैं, देखो हमारे उस समय की सामाजिक राजनीतिक अवस्था ऐसी थी कि हम स्वतंत्रता संग्राम में हर भारतीय भाग लेने में विवश हो गए थे, लेकिन कवि लोगों को ऐसा लगा, यानी साहित्यकारों को ऐसा लगा कि युवा जनताओं तक उसकी जो अग्नि है वो अभी तक न आ गई है. അപ്പോൾ യുവാക്കളിലേക്ക് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആഹ്വാനം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇറക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആ സമയത്തെ കവികൾ ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്. സാഹിത്യത്തെ അവരൊരു മാധ്യമമാക്കി ഉപയോഗിച്ചു. അതായത് ജനങ്ങളെ ഉദ്ബോധനം നടത്തുക, ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടി, അതായത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം എത്രത്തോളം ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, വിദേശികളെ ഇവിടെ നിന്ന് ഓടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നൊരു ദൗത്യം ആ കാലത്ത് സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഏറ്റെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാലയെ പോലെയുള്ള കവികൾ തങ്ങളുടെ കാവ്യരചന നടത്തിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഛായാവാദി കവിതയിൽ അതിൻ്റെ കാൽപ്പനികതയിൽ അഭിനമിച്ച് നടന്നിരുന്ന നിരാലയെ പോലെയുള്ളവർ സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് ഉയർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇപ്പോൾ വേണ്ടത് ഈ പറയുന്ന പ്രണയമോ അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യമോ അതൊക്കെ വർണ്ണിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമല്ല ഇത് എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ്, അതായത് സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് നമ്മുടെ നേതാക്കൾ, ഗാന്ധിജിയെ പോലെയുള്ള, നെഹ്റുവിനെ പോലെയുള്ള നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവരെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനും അതിലേക്ക് ഇറങ്ങി വരുന്നതിനും യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ദൗത്യം അന്നത്തെ സാഹിത്യകാരന്മാർ ഏറ്റെടുക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടേത്. ഇപ്പോൾ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അദ്ദേഹം വിളിച്ചുണർത്തുകയാണ്. യുവ ജനതാओं को ഉദ്ബോധൻ ദേ രഹേ ഹേ കി ജാഗോ ജാഗോ എക് ബാർ ഫിർ ജാഗോ, ഉണരൂ ഉണരൂ എന്നാണ്. അപ്പോൾ വരികളിലേക്ക് പോകാം. ജാഗോ ഫിർ എക് ബാർ, ജാഗോ ഫിർ എക് ബാർ, प्यार जगाते हुए हारे सब तारे तुम्हें, अरुण पंख तरुण किरण खड़ी घोलती है द्वार, जागो फिर एक बार. ജാഗോ ഫിർ എക് ബാർ, ജാഗുന ഉണരുക, ഫിർസെ ജാഗോ വീണ്ടും ഉണരൂ എന്നാണ്. പ്യാർ ജഗാത്തെ ഹുയെ ഹാരെ സബ് താരെ
तुम्हें ജഗാത്തെ ജഗാത്തെ ये सारे हार गए हैं. ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളെ ഉണർത്താൻ വേണ്ടി ശ്രമിച്ച് ഈ നക്ഷത്രങ്ങൾ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. तुम्हें जगाने में ये तारे हार गए हैं. वे टिमटिमाते रहते हैं रात भर तारे. നക്ഷത്രങ്ങൾ രാത്രി മുഴുവൻ ഇങ്ങനെ ചിമ്മി ചിമ്മി കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ചിമ്മി കത്തുന്നതിനെ വിളിച്ചുണർത്തുന്നത് പോലെയാണ്, ജനങ്ങളെ വിളിച്ചുണർത്തുന്നത് പോലെയാണ് കവി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നിങ്ങളെ വിളിച്ചുണർത്താൻ ശ്രമിച്ച് ഏ താരെ സബ് ഹാർ ഗേ ഹേ. ഹാർന പരാജയപ്പെടുക. ഏതോ പരാജിത് ഹോ ഗേ ഹേ. തും ലോഗ് ജാഗ്നെ നഹീം ജാഗേ അരുൺ പങ്ക് തരുൺ കിരൺ. അങ്ങനെ അവരെ വിളിച്ചുണർത്താൻ ശ്രമിച്ച നക്ഷത്രങ്ങൾ പരാജയപ്പെട്ട് പിൻവാങ്ങി. അടുത്ത ആൾ വരുന്നത് ആരാണ്? അരുൺ ഹേ. അരുൺ കോന്? സൂരജ്. അരുൺ എന്ന് പറയുന്നത് സൂരജാണ്, സൂര്യനാണ്. അരുൺ അപ്നെ കിരൺ രൂപി തരുൺ പങ്കോं को खोलते हुए. അരുൺ കിരൺ രൂപി പങ്കോं को खोलते हुए. സൂര്യൻ തൻ്റെ കിരണങ്ങളാകുന്ന ചിറകുകൾ വിരിച്ചുകൊണ്ട്. പങ്ക് എന്ന് പറയുന്ന ചിറകാണ്. തരുണം എന്ന് പറഞ്ഞാൽ വളരെ നേർത്ത, താരുണ്യമുള്ള അല്ലെങ്കിൽ വളരെ സോഫ്റ്റായ കിരണങ്ങൾ. അപ്പോൾ ആദ്യത്തെ കിരണങ്ങൾ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായിട്ടാണ് ഭൂമിയിൽ പതിക്കുക. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ നല്ല സുഖമുള്ളവയാണല്ലോ, പിന്നെയാണല്ലോ അതിന് കാഠിന്യം കൂടുന്നത്. അപ്പോൾ അപ്നി തരുണ കിരണോക്കോ, തൻ്റെ നേർത്ത കിരണങ്ങളെ, ആ കിരണങ്ങൾ എന്ത് രൂപത്തിലാണ്? പങ്ക് കെ സമാൻ ഹെ. സൂര്യൻ്റെ പങ്ക്, ചിറകുകൾ പോലെയാണവ. ഖടി ഖോൽത്തി ഹെ ദ്വാർ. അപ്നെ അപ്നെ ദ്വാരോं को खोलने का प्रयास कर रहा है. ഈ ചിറക് വിരിച്ചുകൊണ്ട് നമ്മുടെ വാതിലുകൾ തുറക്കാൻ ശ്രമിക്കുകയാണ്. സൂര്യകിരണങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യകിരണങ്ങൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറികളിലേക്ക് പ്രകാശം വന്ന് കയറുന്നു എന്നുള്ളതാണ്. നമ്മൾ രാവിലെ ഉണർത്താൻ വേണ്ടിയുള്ള ശ്രമമാണത്. അപ്പോൾ ജാഗോ ഫിർ എക് ബാർ. അപ്പോൾ രാത്രി മുഴുവൻ നിങ്ങളെ ഉണർത്താൻ ശ്രമിച്ച നക്ഷത്രങ്ങൾ പരാജയപ്പെട്ട് പിൻവാങ്ങി. ഇനിയിപ്പോൾ സൂര്യൻ്റെ ടേണാണ്. സൂര്യൻ തൻ്റെ താരുണ്യമുള്ള വളരെ സ്നിഗ്ധമായ നേർത്ത ചിറകുകൾ, രശ്മികളാകുന്ന ചിറകുകൾ വിരിച്ച് നമ്മുടെ കവാടങ്ങളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് പ്രവേശിക്കാൻ വെമ്പി നിൽക്കുകയാണ്. അപ്പോൾ പ്രഭാതമായി, രാത്രി കഴിഞ്ഞു, പ്രഭാതമായി, എന്നിട്ടും നിങ്ങൾ ഉണരുന്നില്ല. അപ്പോൾ ഈ രാത്രിയും പ്രഭാതവും ഒക്കെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഉണർത്താനുള്ള ശ്രമം നടത്തുന്നവർ, നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നവർ നമ്മുടെ നേതാക്കന്മാരൊക്കെ തന്നെയാണ്, സ്വാതന്ത്ര്യ സമര പോരാളികളൊക്കെ തന്നെയാണ്. അവർ പല പല രൂപത്തിൽ വന്ന് നമ്മളെ ഉണർത്തുകയാണ്. ചന്ദ്രനായും സൂര്യനായും നക്ഷത്രങ്ങളായും നമ്മളെ വിളിച്ചുണർത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ നിങ്ങളെന്തേ ഉണരാത്തത് എന്നാണ് കവി ചോദിക്കുന്നത്. आंखें अलियों सी किस मधु की गलियों में फंसी, बंद कर पांखें पी रही है मधु मौन, अथवा सोई कमल कोरकों में बंद हो रहा गुंजार, जागो फिर एक बार. तो तुम लोगों की आँखों जो है वो अलियों के समान है. അലി എന്ന് പറഞ്ഞാൽ ഭ്രമർ ആണ്. ഭ്രമർ, വണ്ട്. നിങ്ങളുടെ കണ്ണുകൾ വണ്ടുകളെ പോലെയാണ്. അലി ഹെ, അലി വണ്ട്, വണ്ടുകളെ പോലെയാണ് നിങ്ങളുടെ കണ്ണുകൾ. ആ കണ്ണ് എന്താ ചെയ്യുന്നത് നോക്കൂ. കിസി മധു കി ഗലീമേ ഫസി ഹെ. അതെവിടെയോ പെട്ട് കിടക്കുകയാണ്. മധു കി ഗലീമേ, അതായത് ഒരുപാട് തേൻ സംഭരിച്ച് വെച്ചിട്ടുള്ള ഏതോ ഗലികളിൽ, ഏതോ തെരുവുകളിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ വണ്ടുകൾ തേൻ കുടിച്ച് സ്വയം മറന്ന് മയങ്ങിക്കിടക്കുകയാണ്. ആ വണ്ടെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളെയാണ്. അപ്പോൾ ഈ കണ്ണുകൾ ഉറക്കം എന്ന് പറയുന്ന ആ ലഹരിയിൽ മയങ്ങിക്കിടക്കുകയാണ് കണ്ണുകൾ. അപ്പോൾ അതിനെയാണ് പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾ അത് വണ്ടുകളെ പോലെയാണ്. വണ്ടുകൾ തേനാകുന്ന ലഹരിയിൽ ഇങ്ങനെ മയങ്ങിക്കിടക്കുന്നത് പോലെ. ബന്ദ് കർ പാങ്ഖേം. പാങ്ക് എന്ന് പറയുന്നത് അപ്നി പങ്ക്, ചിറകുകളെ ഒതുക്കി വെച്ച്. അപ്പോൾ നമ്മൾ ചുരുണ്ടുകൂടി കിടക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആപ്നി പാങ്കോങ്കോ ബന്ദ് കർക്കെ, തൻ്റെ ചിറകുകളെ അടക്കി വെച്ച് ഉറങ്ങുന്ന അല്ലെങ്കിൽ മധു നുകർന്ന് ആ ലഹരിയിൽ ഉറങ്ങുന്ന വണ്ടുകളെ പോലെ നിങ്ങളുടെ കണ്ണുകൾ. ബന്ദ് കർ പാങ്കേം പീ രഹി ഹെ മധു മൗന്, മൗന് ഹോക്കർ മധു പീ രഹി ഹെ. മിണ്ടാതെ, നിങ്ങളുടെ ശബ്ദം എവിടെ പോയി എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? നിങ്ങളുടെ രാജ്യത്ത് വിദേശികൾ ഭരണം നടത്തുകയാണ്, നിങ്ങളുടെ മേൽ അതിക്രമണം നടത്തുകയാണ്, നിങ്ങൾ എന്തേ പ്രതികരിക്കുന്നില്ല എന്നാണ് കവി ചോദിക്കുന്നത്.
മധു പീ രഹി ഹെ മൗന ഹോക്കർ. നിങ്ങളുടെ കണ്ണുകൾ ആ സമയത്തും ഇത്രമേൽ അതിക്രമം നിങ്ങളുടെ മേൽ ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ എന്ത് ചെയ്യാണ്? മൗന ഹോക്കർ മധു പീ രഹി ഹെ. നിങ്ങളുടെ കണ്ണുകൾ മിണ്ടാതെ തേൻ നുകർന്ന് അതിൻ്റെ ലഹരിയിൽ ഉറക്കത്തിൻ്റെ സുഖം അനുഭവിച്ച് അങ്ങനെ കിടപ്പാണ്. अपनी पांखें बंद कर मधु मौन होकर पी रही है. अथवा അല്ലെങ്കിൽ सोई कमल कोरकों में. ये क्या कमल कोरकों में सोई है? കമൽ രൂപി കമൽ കെ കോരക്. കമൽ എന്ന് പറയുന്നത് താമരയാണ്. താമരയുടെ കോരക്. കോരക് എന്ന് വെച്ചാൽ മുട്ടാണ്. അപ്പോൾ താമര മുട്ടുകളിൽ സൊയി ഹെ ഉറങ്ങിക്കിടക്കുകയാണ് ഈ വണ്ടുകൾ. അതായത് കൂമ്പിപ്പോയ താമര മൊട്ടുകൾക്കുള്ളിൽ അതിൻ്റെ തേൻ നുകർന്നുകൊണ്ട് അനങ്ങാതെ ശബ്ദമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന വണ്ടുകളെ പോലെ, അതിൻ്റെ ആ സൗന്ദര്യം അതിൻ്റെ ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന വണ്ടുകളെ പോലെ. കഹാം സോയി ഹുയി ഹെ യേ അലിയ കമൽ കോരകോമേം. താമരമൊട്ടുകൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വണ്ടുകളെ പോലെ നിങ്ങളുടെ ആംഖേം ഭി അബ് സുപ്താവസ്ഥ മേ ഹെ. ബന്ദ് ഹോ രഹാ ഗുഞ്ചാർ. ഗുഞ്ചാർ ബന്ദ് ഹോ രഹാ ഹെ. നിങ്ങളുടെ ശബ്ദം എന്തേ കേൾക്കുന്നില്ല? ക്യോം ബന്ദ് ഹേ ഗുഞ്ചാർ? അപ്നാ ഗുഞ്ചാർ ബന്ദ് ക്യോ ഹേ. നിങ്ങളുടെ ശബ്ദം എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? ജാഗോ ഫിർ എക് ബാർ. ഉണരൂ. ഫിർ സേ ജാഗോ. तो तुम लोगों के सोने का समय नहीं है अब. जागो और देश के लिए तुम लोगों की ആവശ്യകത ഹെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഉണർത്ത് പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബോധവൽക്കരണം, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ കവികളുടെ ഒരു ധർമ്മമായിരുന്നു അത് അവർ കൃത്യമായി ചെയ്യുന്നു. അടുത്ത വരിയിലേക്ക് പോയാൽ വീണ്ടും ഉണർന്നില്ല. അപ്പോൾ വീണ്ടും ഉണർത്താൻ ശ്രമിക്കുന്നു. अस्ताचल चले रवि शशि झवी विभावरी में चित्रित हुई है देख. यामिनी गंधा जगी एकटक चकोर कोर दर्शन प्रिय. आशाओं भरी मौन भाषा बहु भावमयी. खेर रहा चंद्र को चाव से शिशिर भार व्याकुल कुल. खुले फूल चुके हुए आया कलियों में मधुर. मद उर यौवन उभार. जागो फिर एक बार. तो रवि अस्ताचल चले हैं. रवि कौन है? सूरज है. तो സൂരജ് അസ്താചൽ കോ ചലേ ഗേ ഹെ. അപ്പോൾ പകൽ മുഴുവൻ നിങ്ങളെ ഉണർത്താൻ ശ്രമിച്ച് പരാജിതനായി അസ്തമയ ശൈലത്തിലേക്ക് അല്ലെങ്കിൽ അസ്തമിക്കാൻ ഒരുങ്ങി പോയി കഴിഞ്ഞു സൂര്യൻ. അപ്പോൾ സൂര്യൻ്റെ ശ്രമവും പരാജയപ്പെട്ടു. അതായത് പിന്നെയും നിങ്ങളെ ഉണർത്താൻ പലരും ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. നിങ്ങൾക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്ന അതേ അവസ്ഥയാണ്. ശശി ഝവി വിഭാവരി മേം. വിഭാവരി आकाश में देखो शशि की झवी है. अब आकाश में शशि आया हुआ है. कौन है? चंद्र की शोभा. छवि എന്ന് പറയുന്നത് ശോഭ. പിന്നെ നിലാവ് എന്നാണല്ലോ പറയുക, ചാന്ദിനി. ശശി ഝവി എന്ന് പറഞ്ഞാൽ ചാന്ദിനി ഹെ. അപ്പോൾ ആകാശത്ത് നോക്കൂ, ഇപ്പോൾ ചന്ദ്രൻ്റെ നിലാവ് കാണാം. ചിത്രിത് ഹുയി ഹെ ദേഖ്. നിലാവ് അവിടെ ചിത്രം വരച്ചിരിക്കുകയാണ് അല്ലേ? ചിത്രിത് ഹുയി ഹെ. നിലാവ് വരച്ചിട്ട ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ദേഖോ. यामिनी गंधा जगी. यामिनी गंधा. रात के समय फूल खिलते हैं. जो रात के समय खिलने वाले फूल है उसका गंध भी है. രാത്രി ഒരുപാട് പൂക്കൾ വിരിയും. ആ പൂക്കൾക്കൊപ്പം കാറ്റുണ്ടാകും. ആ കാറ്റും പൂവും എല്ലാം കൂടി സമന്വയിച്ചിട്ടുള്ള ഒരു സുഗന്ധമുണ്ട്. ആ സുഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലേ? ആ ഗന്ധവും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നില്ലേ, ഉണർത്തുന്നില്ലേ? ഏക് ടക് ചകോര് കോര് ദർശൻ പ്രിയ. ഏക് ടക് ചകോര് കോര് ദർശൻ പ്രിയ. അപ്പോൾ ചകോര് എന്ന് പറയുന്നതൊരു പക്ഷിയാണ്. പക്ഷിയുടെ ഇമേജ് നോക്കുമായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ കൂടെ ബോക്സിലേക്ക് ഇടാം. ഇപ്പോൾ അത് കണ്ടില്ല. ഓക്കെ, അത് ഇട്ടേക്കാം. ചകോരം എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ഏക് ടക് ചകോര് കോര് ദർശന് പ്രിയ. ഏക് ടക് ചകോര് കോര്. ചകോര പക്ഷിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, കവികൾ തങ്ങളുടെ കവിതകളിൽ അല്ലെങ്കിൽ കാവ്യഭാവനയിൽ സ്ഥിരമായും കൊണ്ടുവരുന്ന ഒരു കഥാപാത്രമാണ് ഈ ചകോരം എന്ന് പറയുന്നത്. ചകോര പക്ഷിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചകോര പക്ഷിക്ക് ചന്ദ്രനോട് പ്രണയമാണെന്നാണ്.
അതായത് രാത്രി മുഴുവൻ ചന്ദ്രനെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കവികളെല്ലാം ഈ ചകോരത്തെ ഒരു പ്രതീകമായിട്ടാണ് പറയുന്നത്. ചാന്ദ് ഓർ ചക്കോരിക്ക് ബീച്ച് മേം പ്രണയ് ഹെ എന്നാണ് കവികൾ പാടുന്നത്. അവർ തമ്മിൽ എന്തോ ഇഷ്ടമുണ്ട് എന്നാണ് കവികളുടെ ഭാഷ്യം. അത് ഒരുപാട് കവികൾ ഈ ഒരു ഉപമാനം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിലും സാഹിത്യത്തിലും എല്ലാം ചകോരത്തിൻ്റെ വർണ്ണന വന്നിട്ടുണ്ട്. അതായത് രാത്രി മുഴുവൻ ചന്ദ്രനെ നോക്കി ഇങ്ങനെ അത് പാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രണയമൊന്നുമല്ല, അതിൻ്റെ ഒരു വാസ്തവികത ഇത് തന്നെയാണ്. അതായത് നല്ല നിലാവുള്ള സമയങ്ങളിൽ വെളിച്ചം ഉണ്ടാകും. ആ വെളിച്ചത്ത് നോക്കിയിട്ട് അതിൻ്റെ പ്രാണികൾ, അന്തരീക്ഷത്തിലുള്ള ചെറു സൂക്ഷ്മ പ്രാണികളെയൊക്കെ തിരയുന്നതാണ് അത് വാസ്തവത്തിൽ. അപ്പോൾ ആ വെളിച്ചത്തിനനുസരിച്ച് പ്രാണികളെ തിരയുന്ന ആ ഒരു പ്രോസസ്സ് കവികൾ കണ്ടത് അവിടെ ഒരു പ്രണയമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? देखो चकोर दर्शन प्रिय एक टक देख रहा है अपने प्रिय को. एक टक चकोर कोर दर्शन प्रिय. അപ്പോൾ ചകോര പക്ഷി തൻ്റെ പ്രിയതമനായ ചന്ദ്രനെ एक टक ദർശൻ കർ രഹി ഹെ. അപ്പോൾ ചന്ദ്രനെ നോക്കി നിൽക്കുന്ന, ഉറ്റുനോക്കുകയാണ്. एक टक देखना എന്ന് പറയുന്നത്. ഉറ്റുനോക്കി നിൽക്കുന്ന ആ പക്ഷി. ആശാവും ഭരി മൗന ഭാഷ ബഹുഭാവമയി ഖേർ രഹ ചന്ദ്ര കോ ഛാവ് സേ. ആശാവും ഭരി മൗന ഭാഷ ഹെ, ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയ മൗനം ഭാഷയാക്കിക്കൊണ്ട് ഭാവമയി ഹോക്കർ. അപ്പോൾ മനസ്സിലുള്ള ഭാവം എന്ന് പറയുന്നത് പ്രണയമാണ്. അതിനായി ഉപയോഗിക്കുന്ന ഭാഷ മൗനമാണ്. और उसमें पूरा ആശായേം ഭരി ഹുയി ഹെ അല്ലേ. അപ്പോൾ ഉസ്മേ ആശാ ഹി ഹെ, അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഭാവമയി ഹെ, ഉസ്കെ ലിയെ ജോ ഭാഷ ഉപയുക്ത ഹെ വോ മൗന ഹെ. അപ്പോൾ മൗനം ഭാഷയാക്കിക്കൊണ്ടാണ് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ശബ്ദമില്ലാതെ എന്തൊക്കെയോ അവർ പരസ്പരം സംവദിക്കുന്നു എന്നാണ് കവി പറയുന്നത്. ഖേർ രഹ ചന്ദ്ര കോ ചാവ്സേ. ചാവ്സേ അത്യന്ത് ഖുഷി സേ ചന്ദ്ര കോ ഘേർ രഹാ ഹെ. അപ്പോൾ ചന്ദ്രമേ വിലീന ഹോന ചാഹത്തി ഹെ പക്ഷി. അപ്പോൾ ചന്ദ്രനോടൊപ്പം അല്ലെങ്കിൽ ചന്ദ്രനിൽ അലിഞ്ഞു ചേരാനായിട്ട് ആ പക്ഷി ആഗ്രഹിക്കുകയാണ്. ഉസ്കെ മൻമേം ചന്ദ്രക്കെ പ്രതി പ്രണയ്ക്ക് ഭാവന ഹെ. അപ്പോൾ അങ്ങനെ രാത്രിയുടെ സൗന്ദര്യമാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഭാതം കഴിഞ്ഞു, രാത്രിയായി, രാത്രിയുടെ സൗന്ദര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും മനുഷ്യർ ഉണരുന്നില്ല. शिशिर भार व्याकुल कुल खुले फूल झुके हुए आया कलियों में मधुर मद उर यौवन उभार जागो फिर एक बार. तो शिशिर के भार के कारण, അപ്പോൾ ശിശിരകാലമാണ്. ശിശിരകാലത്തിലെ ഭാര്, അപ്പോൾ എന്താണ്, എല്ലാം പൂത്തുലഞ്ഞ് നിന്ന ശേഷം ഉസ്കെ ഭാർ കെ കാരൺ ഫൂല് ചൂക്ക് രഹേ ഹെ, പൂക്കൾ മുന്തിയ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ മുന്താ ഹുവാ ഹെ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ഭാരം കാരണം ഈ വൃക്ഷങ്ങളിലെ പൂക്കൾ തല കുമ്പിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇല കൊഴിയുന്ന കാലമാണല്ലോ, ശിശിരം എന്ന് പറയുന്നതെല്ലാം കൊഴിഞ്ഞു പോകുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ആ അവസ്ഥയിൽ കലിയോമേ മധുര മധു ഉരു യൗവന് ഉഭാര് ആയാ ഹെ. മുട്ടുകളിൽ, അതായത് പൂക്കൾ കൊഴിയാനൊരുങ്ങുമ്പോൾ, ശിശിരത്തിൻ്റെ ഭാരം കാരണം പൂക്കൾ കൊഴിയാനൊരുങ്ങുമ്പോൾ ഒരു പുതുതലമുറ മുട്ടുകളായി നാം വിടുകയാണ്. ഒന്നുകൂടി പറയാം. ശിശിരക്കെ ഭാരക്കെ കാരൺ ഫൂലേം छूक रहे हैं तो कलियों में मधुर यौवन उभार रहा है जो मादक है. പൂക്കൾ ശിശിരത്തിൻ്റെ ഭാരം കാരണം തല കുമ്പിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ കൊഴിഞ്ഞു വീഴാനൊരുങ്ങുന്നു. ആ സമയത്ത് ആ ചെടികളിലുള്ള അല്ലെങ്കിൽ ആ വൃക്ഷങ്ങളിലുള്ള കലി എന്ന് പറയുന്നത് മൊട്ടുകളാണ്. പൂമൊട്ടുകൾ ഉസ്മേ മധുര ഭർ രഹാ ഹെ, മുട്ടുകളിൽ തേൻ നിറയുകയാണ്. ജോ മധുപൂർണ്ണ ഹെ എന്ന് പറഞ്ഞാൽ ലഹരി നിറഞ്ഞതാണ്. ഒരു യൗവൻ ഉഭാര് ഉസ്കെ ഉരുമയും, അവയുടെ മാറിൽ ഈ പൂക്കളുടെ മാറിൽ മധ് ഫർ രഹാ ഹെ, തേൻ നിറയുകയാണ്. യൗവന് രൂപി. അപ്പോൾ
അപ്പോൾ യൗവനമാകുന്ന പൂക്കൾ ഈ പറയുന്ന വിടരുന്ന അവസ്ഥകളിലേക്ക് മാറുകയാണ്. പക്ഷേ ഉസ്മേൻ ജോ ഫൂൽ ഹേ വോ ഝൂക്കേ ഹുയേ ഹേ, പൂക്കൾ എന്ത് ചെയ്യാണ്, കൊഴിഞ്ഞു പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ ഉസ്കെ ബാദ് യൗവനഗ്രസ്ത ജോ കലിയാ ഹേ ഉസ്മേ മദ് ഫാർ ഹേ. അപ്പോൾ പൂക്കൾ കൊഴിയാനൊരുങ്ങുകയും മൊട്ടുകൾ വിടരാനൊരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥ, അതായത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ചെറുമുട്ടുകൾ പോലും വലിയ വലിയ ആൾക്കാരായിട്ട് ഉയർന്നു വരാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ യുവാക്കൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നാൽ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് കവി. അപ്പോൾ തളർന്നു പോകുന്ന മുതിർന്നവരെ, ഇപ്പോൾ പൂക്കളെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, മുതിർന്ന ബുജുർഗ് അല്ലേ, ബഡേ ലോക് ബുജുർഗ്, അവരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തളർന്നു തുടങ്ങുന്ന മുതിർന്ന ആൾക്കാരെ റിപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ചെറുമൊട്ടുകൾ സൗരഭ്യം പരത്താൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ യുവാക്കൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നാൽ എങ്ങനെയാണ്? നമ്മുടെ പോരാളികൾക്കൊപ്പം ചേർന്ന്, സ്വാതന്ത്ര്യ സമര പോരാളികൾക്കൊപ്പം ചേർന്ന്, അല്ലെങ്കിൽ അവരെക്കാൾ മുന്നിട്ട് നിന്ന് സ്വാതന്ത്ര്യ സമരം ചെയ്യേണ്ട നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നാലോ എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ ആ മുതിർന്ന ആൾക്കാരെയും അതുപോലെ ആ ഒരു 2 ജനറേഷനെയാണ് കാണിക്കുന്നത്, മുതിർന്ന ആൾക്കാരെയും ചെറുപ്പക്കാരെയും. അപ്പം മുതിർന്ന ആൾക്കാർ വളരെ ആക്റ്റീവായി നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ഉറങ്ങിക്കിടന്നാൽ മതിയോ എന്ന് ഉദാഹരണമായിട്ട് കാണിച്ചു കൊടുക്കുന്നത് പൂക്കളെയും ചെറുമുട്ടുകളെയുമാണ്. പൂക്കൾ കൊഴിയാറാവുമ്പോൾ മുട്ടുകൾ വിടർന്നു വരാൻ ഒരുങ്ങുകയാണ്. ഓബി മധുരാ ഭർക്കർ അല്ലേ, ലഹരി തങ്ങളിൽ നിറച്ചുകൊണ്ടാണ്. पियू रव पपी है प्रिय बोल रहे सेज पर विरह विदग्धा वतु. पियू रव पपी है प्रिय बोल रहे. और उसके बाद जो पपी है പപ്പിഹ എന്ന് പറയുന്നത് വേഴാമ്പലാണ്. വേഴാമ്പൽ എന്താണ് ചെയ്യുന്നത്? പ്രിയ രവ് എന്ന് പറഞ്ഞാൽ പിയു രവ് പപ്പി ഹേ, പിയു എന്നുള്ള ശബ്ദത്തോടു കൂടി, പിയു എന്നുള്ള ശബ്ദത്തോടു കൂടി വേഴാമ്പൽ പ്രിയ ബോലിമേം എന്ന് വെച്ചാൽ വളരെ സുന്ദരമായ ശബ്ദത്തിൽ പാടുകയാണ് വേഴാമ്പലുകൾ സുന്ദരമായ ശബ്ദത്തിൽ പിയു എന്ന് പാടുകയാണ്. ഇനി സേജ് പർ വിരഹ വിദഗ്ധാ വധു യാദ് കർ ബീത്തി ബാത്തേം രാത്തേം मन मिलन की मूंद रही पलकें चारू नयन जल ढल गए लखुतर कर व्यथा भार जागो फिर एक बार. सेज पर विरह विदग्धा वधु, और जो वधु है विरहिणी है, विरह में उन्मत्त है, वो सेज पर बीती हुई बातों को याद करते हुए, बीती हुई रातों में अपने प्रिय के साथ जो सुंदर समय गुजारे थे उसकी मधुर याद में बैठी है. അതായത് വിരഹിണിയായ വധു തൻ്റെ സേജ് പർ ബൈഠത്തെ ഹുയെ, സേജ് കിടക്കയാണ്, തൻ്റെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ബീത്തി ബാത്തെ യാദ് കർ റഹി ഹെ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ അവൾ ഓർക്കുകയാണ്. രാത്തെ മൻ മിലൻ കി, അവൾ പ്രിയമോടെ ഓർക്കുന്ന ആ ദിവസങ്ങൾ, ആ രാത്രികളെ അവൾ ഓർക്കുകയാണ്. मन मिलन की, अपने प्रियतम के साथ जो मिलन हुई थी वो मधुर रातें वो സ്ത്രീ യാദ് കർ റഹി ഹെ, തൻ്റെ പ്രിയതമനൊപ്പം സ്പെൻഡ് ചെയ്ത ആ മനോഹര നിമിഷങ്ങൾ അവൾ ഓർത്തെടുക്കുകയാണ്. മൂന്ത് രഹി പൽക്കേം ചാരു, तो याद में घोते हुए वो अपनी सुंदर पलकों को मूंद रही है, തൻ്റെ സുന്ദരമായ മിഴികളെ അവൾ മുന്തിന അടയ്ക്കുക, ആ മിഴികൾ അടയ്ക്കുകയാണ് സങ്കടം കൊണ്ട്. നയന ജൽ ഢൽ ഗയെ, കണ്ണുകളിങ്ങനെ അടച്ചപ്പോൾ നയനോം സെ ജൽ ഢൽ ഗയെ, ഉസ്കി ജോ നയൻ ഹെ ഉസ്സെ ആസു ബഹനെ ലഗി, അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഓ വിരഹ് കാ വർണ്ണൻ ഹെ, വിരഹത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ വേഴാമ്പലിനെയും വിരഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വിരഹത്തിൽ മുഴുകിയ വേഴാമ്പൽ, അതുപോലെ തന്നെ തൻ്റെ പ്രിയതമനെ കാണാതെ വിഷമിക്കുന്ന പ്രേയസിയായ പെൺകുട്ടി. ലഘുതർ കർ വ്യഥാ ഭാർ, ലഘുതർ കർ വ്യഥാ ഭാർ, ലഘുതർ കർന എന്ന് പറഞ്ഞാൽ രോത്തെ ഹുയെ അപ്നെ സങ്കട് ഭാർ കോ ലഘുതർ കർ രഹാ ഹെ, വ്യഥാ ഭാർ കോ, ദുഃഖമാകുന്ന ഭാരത്തെ കണ്ണുനീരിലൂടെ ഒഴുക്കി കളയുകയാണ്.
അതായത് മനസ്സിലെ സങ്കടത്തെ കണ്ണുനീര് കൊണ്ടവൾ കഴുകി കളയുകയാണ്. അപ്പോൾ അവിടെ രണ്ടുപേരെ വിരഹത്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്നു. ഒന്ന് പപ്പീഹ, രണ്ട് വധു. പപ്പീഹ ഓർ വധു. അപ്പോൾ തൻ്റെ ഇണയെ അന്വേഷിക്കുന്ന വേഴാമ്പൽ, അതുപോലെ തൻ്റെ പ്രിയതമനെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഓർത്ത് വിതുമ്പുന്ന പെൺകുട്ടി, ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദോനോം രോത്തെ ഹുയേ അപ്നെ വ്യഥാ ഭാരുക്കോ ലഘുതർ കർ രഹേ ഹെ. അവർ രണ്ടുപേരും തങ്ങളുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നത് ഒന്ന് പിയു പിയു എന്ന് കരഞ്ഞുകൊണ്ടാണ്. രണ്ടാമത്തെ ആൾ അപ്നി മൻമേ ജോ വ്യഥാ ഹെ ഉസേ രോത്തെ ഹുയേ ബാഹർ നിക്കാൽ രഹി ഹെ ഓ സ്ത്രീ വധു. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ ഇല്ലാതാക്കുന്നു, ഒരാൾ പിയു പിയു എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളെ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ അവർ തേടുകയാണ്. अपने प्रियतम से जो बिछुड़ गई है, एक पपीहा है, दूसरी वो वधू है, दोनों अपने मन के भार को रोते हुए और पियू पियू करते हुए भार को यानी वो विरह व्यथा को कम कर रहे हैं. ആ വിഷമത്തെ അവർ റിഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോഴും ഏ തോ സോത്തേ ഹി രഹത്തെ ഹെ, ഇങ്ങനെ എന്തെല്ലാം ഇവിടെ നടക്കുന്നു, ഇതൊന്നും അറിയാതെ തും ലോഗ് തോ സോ രഹേ ഹെ, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഉറങ്ങുകയാണ്. അപ്പോൾ തും ലോഗ് നീന്ത് സേ ഉഠോ, अब सोने का वक्त नहीं है, जागो देखो हमारे चारों ओर क्या हो रही है.